കർണാടക വനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 പേർ കൊല്ലപ്പെട്ടു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കർണാടക വനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 പേർ കൊല്ലപ്പെട്ടു. ചാമരാജ് നഗർ ജില്ലയിലെ ഹനൂരിലാണ് സംഭവം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫീസ് അടിച്ചു തകർത്തു. ആന്റണി സ്വാമി, പീറ്റർ കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ജനക്കൂട്ടം തടിച്ചുകൂടിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയായി 3 പ്ലാന്റൂൺ റിസർവ് പോലീസിനെ ഹനൂരിൽ വിന്യസിച്ചു. സംസ്ഥാനത്ത് 21-ന് നടത്താനിരുന്ന ഓണപരീക്ഷകൾ മാറ്റിവെച്ചു. 8ാം ക്ലാസ്സിലെ പരീക്ഷയാണ് വെള്ളിയാഴ്ച നടത്താനിരുന്നത്. 21-നാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുക. ഓണാഘോഷത്തിനിടെ പരീക്ഷ നിശ്ചയിച്ചതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 21-ലെ പരീക്ഷ മാറ്റി കുട്ടികൾക്ക് ഓണാഘോഷത്തിന് അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് KSTA വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. മാറ്റിവെച്ച പരീക്ഷ സെപ്റ്റംബർ 1-ന് നടക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തി. പവന് 520 രൂപയും ഗ്രാമിന് 65 രൂപയുമാണ് ഉയർന്നത്. അതായത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,760 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. കഴിഞ്ഞ 2 ദിവസവും അടുപ്പിച്ച് വില കൂടിയ ശേഷം ഇന്നലെ രാവിലെ കുറയുകയായിരുന്നു. പിന്നാലെ വൈകിട്ടോടെ വില വീണ്ടും ഉയരുകയും ചെയ്തു. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ 4 പേർക്ക് ദാരുണാന്ത്യം. സബൻസിരി ജില്ലയിലാണ് സംഭവം. ദിബാംഗ് വാലി ജില്ലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കിൽപ്പെട്ട് 5 സൈനികരെ കാണാതായി. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. കാണാതായ സൈനികർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി അരുണാചൽ പ്രദേശിൽ കനത്ത മഴയാണ്. സബൻസിരി ജില്ലയിലെ കോജറിങ്ങിൽ റോഡ് പണി നടക്കുന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങുകയുമായിരുന്നു. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. നാടൻ കുരങ്ങുകളെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 1ാം പട്ടികയിൽ നിന്ന് 2ാം പട്ടികയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സംസ്ഥാന വനം വകുപ്പ്. കാട്ടുപന്നികളെ 1972-ലെ വന്യജീവി സംരക്ഷണ നിയമം സെഷൻ 62 പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. വനത്തിന് സമീപത്തെ പ്രദേശങ്ങളിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണ്. കുരങ്ങുകളുടെ സംരക്ഷണത്തിന് ശക്തമായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് പുലർച്ചെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയാണ് ഇക്കാര്യം അറിയിച്ചത്. തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. ശനിയാഴ്ച രാവിലെ 6:16ഓടെയാണ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിവരം ദീപ്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പങ്കുവച്ചത്. എന്നാൽ 6:45ഓടെ അക്കൗണ്ട് പുനഃസ്ഥാപിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമായി രജിസ്റ്റർ ചെയ്ത 3 കൈക്കൂലി കേസുകളിൽ 6 റെയിൽവേ ഉദ്യോഗസ്ഥരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. സ്വകാര്യ കമ്പനികളുടെ ബില്ലുകൾ പാസ്സാക്കുന്നതിനും മറ്റ് ഔദ്യോഗിക ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി കൈക്കൂലി ആവശ്യപ്പെടുകയും വാങ്ങുകയും ചെയ്തുവെന്ന ആരോപണത്തിലാണ് അറസ്റ്റ്. പ്രതികളുടെ ഓഫീസുകളിലും വസതികളിലും നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണവും മറ്റ് രേഖകളും CBI പിടിച്ചെടുത്തു. പേർഷ്യൻ ഉൾക്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഉടൻ അമേരിക്കൻ പ്രവിശ്യയായി പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്കിൽ നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് പ്രസിഡന്റിന്റെ പ്രസ്താവന. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണ വിജയം നേടുന്ന ഘട്ടത്തിലാണെന്നും ഹോർമൂസ് കടലിടുക്കിന്മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അത് തുടരുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധത്തെ മറികടക്കാൻ ഇറാന് സാധിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും അഡ്നോ കപ്പലിന് നേരെ ആക്രമണം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും കമ്പനി അറിയിച്ചു. ഓഗസ്റ്റ് 13-ന് വ്യാഴാഴ്ച വൈകിട്ടും ADNOCയുമായി ബന്ധമുള്ള 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇന്തോനേഷ്യയിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 38 പേർ കൊല്ലപ്പെട്ടതായി വിവരം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഭൂചലനത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. രാവിലെ ഏകദേശം 6 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതിനു പിന്നാലെ നിരവധി തുടർചലനങ്ങളും ഉണ്ടായതായാണ് വിവരം. കിഴക്കൻ ഇന്തോനേഷ്യയിലെ
ഫ്ലോറസ് ദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഭൂചലനത്തെ തുടർന്ന് കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഏകദേശം 2000 പേരെയാണ് ഒഴിപ്പിച്ചത്. ഓഫീസുകൾ ഉൾപ്പെടെ 15ഓളം കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.